CIC വിഷയത്തിൽ ലീഗ് നേതൃത്വവും സമസ്തയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തുടരുന്നു എന്നുള്ളതാണ്. നിരന്തരം സമസ്തയെ ലംഘിച്ചുകൊണ്ടുള്ള ഇതര പ്രസ്ഥാനക്കാരുടെ സമ്മേളനങ്ങളിലും ആദർശ പ്രചാരണ പരിപാടികളിലും പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഖാക്കൾ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സഖാക്കൾ എന്ന് പറഞ്ഞ് വിമർശിക്കുന്നു എന്നുള്ളതാണ്. PMA സലാം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി നിരന്തരമായി സമസ്തക്കെതിരായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ പല ഘട്ടങ്ങളിലും പരിഹരിക്കുകയോ അല്ലെങ്കിൽ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇതൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് സമസ്തയുടെ സെക്രട്ടറി പറയുന്നത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും രണ്ട് സംഘടനകൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാനത് ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് മാലോകർക്ക് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിന് ഞാൻ നിഷേധിച്ചിട്ട് കാര്യവുമില്ല. കാരണം മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ സമീപകാലത്തായി ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും രണ്ട് സംഘടനകളാകുന്ന സമയത്ത് സംഘടനകൾ എന്ന നിലക്ക് ഇത് സംബന്ധമായ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ സമസ്ത ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്പിരിച്വൽ ആത്മീയമായ പ്രസ്ഥാനമാണ്. ഭൗതികമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊന്നും കാര്യമായ ഇടപെടൽ നടത്താത്ത പാരമ്പര്യമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ്. അതേസമയം കേരളത്തിലെ മുസ്ലിങ്ങളിൽ ബഹുഭൂരിഭാഗവും ഏകദേശം 85% സുന്നികളായ ആളുകളാണ്. എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ. ബാക്കിയുള്ള ആളുകൾ മറ്റ് വഹാബി പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. സമസ്ത ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യം, രൂപീകരണ ലക്ഷ്യം 1926 രൂപീകരിക്കപ്പെട്ടത് മുതൽ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആളുകളുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള, അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ്. വളരെ പരമപ്രധാനമായത് വിശ്വാസ സംരക്ഷണമാണ്. സമസ്ത ജമിയത്തുൽ ഉലമ കഴിഞ്ഞ 100 വർഷത്തിലേക്ക് കടക്കാൻ പോവുക. കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത നിലപാടുകളൊക്കെ അതിൻ്റെ ഭരണഘടനയിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ എഴുതി വെച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ബഹുഭൂരിഭാഗം വിശ്വസിച്ചതും തങ്ങളുടെ മതപരമായ പ്രസ്ഥാനമായി അംഗീകരിക്കുന്നതും ഭൂരിപക്ഷ ആളുകളും സമസ്ത ജമിയത്തുൽ ഉലമയാണ്. അപ്പോൾ സ്വാഭാവികമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് കേരളത്തിലെ മുസ്ലിങ്ങളിൽ ബഹുഭൂരിഭാഗം അണിയറുന്ന ഒരു പ്രസ്ഥാനമാണ്, മുസ്ലിങ്ങൾ അണിയറുന്ന പ്രസ്ഥാനമാണ്. എന്നാൽ സമസ്തയിലും ഇതിൽ നല്ലൊരു ശതമാനം മുസ്ലിം ലീഗിൻ്റെ അനുഭാവികളായ ആളുകളുണ്ട്, അല്ലെങ്കിൽ പ്രവർത്തകരായ ആളുകളുണ്ട്. എന്നാൽ സമസ്തയിൽ മുസ്ലിം ലീഗ് മാത്രമല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരുണ്ട്, ധാരാളം കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരുണ്ട്. അതുപോലെ തന്നെ മറ്റു പാർട്ടികളിലെ പ്രവർത്തകന്മാരുണ്ട്, INA പ്രവർത്തകരുണ്ട്, ജനതാദളിലെ പ്രവർത്തകരുണ്ട്, CPM പ്രവർത്തകരുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത ജമിയത്തുൽ ഉലമ. മതപരമായ വിഷയത്തിൽ എന്ത് ഒരു വിഷയമുണ്ടായാലും കേരളത്തിലെ മുസ്ലിങ്ങൾ അവസാന വാക്കായി സ്വീകരിക്കാറുള്ളത് സമസ്ത ജമിയത്തുൽ ഉലമയാണ്. അവരുടെ മതവിശ്വാസങ്ങൾ ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്കിലും മതവിശ്വാസത്തിന് ഊന്നൽ നൽകുന്ന ആളുകൾ എന്നും സമസ്ത ജമിയത്തുൽ ഉലമയുടെ നിലപാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞാനതില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല, അതുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്ക് അറിയുന്നതാണ്, പൊതുസമൂഹത്തിന് അറിയുന്ന കാര്യമാണ്. സമീപകാലത്തായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ പോലും അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഇപ്പോൾ അത് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്നാൽ സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കൽ പോലും സമസ്ത വ്യതിചലിച്ചിട്ടില്ല. എക്കാലം സമസ്ത ആ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിൽ മുസ്ലിങ്ങളുടെ ബഹുഭൂരിഭാഗം അണിനിരന്ന ഒരു പ്രസ്ഥാനമാണ്. സ്വാഭാവികമായും ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ, മുസ്ലിം ലീഗാണല്ലോ നിങ്ങളിവിടെ സൂചിപ്പിച്ചു, മുസ്ലിം ലീഗും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അത് പരിഹരിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു, അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഇപ്പോഴിതൊക്കെ ചർച്ചയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Debate with MV Nikesh Kumar.